ഗൈസ് ഫൈനലി BGMI 3.9 അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ആൻഡ് ടൈം റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒഫീഷ്യൽ ഡേറ്റ് ആൻഡ് ടൈം പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 3.9 അപ്ഡേറ്റിൽ വരുന്ന പുതിയ റോയൽ പാസ് എന്ന് വെച്ചാൽ A14 റോയൽ പാസിൻ്റെ റിവാർഡ്സും ലീഗ്സും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ പുതിയ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് എക്സ്യൂട്ടായ പ്രൈം, ഒപ്റ്റിമസ് പ്രൈമിൻ്റെയും ബംബിൾ ബീയുടെയും പുതിയ പ്രൈസ് പാത്തും അതിൻ്റെ കൂടെയുള്ള റിവാർഡ്സും ലക്കി സ്പിന്നും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ തന്നെ വീഡിയോസ് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട മെഗാട്രോണും ഒപ്റ്റിമസ് പ്രൈമും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് സീനാണ്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ 3.9 അപ്ഡേറ്റിൽ ആഡ് ആയിട്ടുണ്ട്. റിവാർഡ്സ് ആയാലും അല്ലാതെ തന്നെ അപ്ഡേറ്റിൽ 3.9 അപ്ഡേറ്റിൽ മാപ്പിൽ നമ്മുടെ ഈ റാങ്കുകളിലും കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്, നല്ല ഗ്രാഫിക്സ് രീതിയിൽ. അപ്പം പിന്നെ PUBG മൊബൈലിൽ 3.9 അപ്ഡേറ്റ് വന്നിട്ടില്ലെന്ന് പറയുന്നത് കേട്ടു. സോ BGMI കൊണ്ടുവരുന്നുള്ള വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് വേറൊരു കുറച്ച് ഡീറ്റെയിലിംഗ് കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം RPയിലേക്ക്. സോ BGMI 3.9 അപ്ഡേറ്റിൽ കുറേ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയൊക്കെ ആഡ് ഓൺ ആയിട്ടുണ്ട്. മാപ്പിൽ കുറേ വ്യത്യാസങ്ങളും പുതിയ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിക്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ചെറിയൊരു സീനൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് നമുക്ക് നേരെ RPയിലോട്ട് കിടക്കാം. Like a starship speeding into the night, you and I get lost in the infinite lights. Baby, tell me one more beautiful lie. One touch and I ignite. One touch and I ignite. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട ഒരു ഓവർലുക്ക് ഓഫ് ദി 3.9 അപ്ഡേറ്റ് ആയിരുന്നു. നമുക്കപ്പോൾ നേരെ ഇനി RPയിലോട്ട് കിടക്കാം. RPയിൽ നമുക്ക് റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. BGMI അപ്കമിങ് A14 റോയൽ പാസിൻ്റെ മിത്തിക് ആൻഡ് എപ്പിക് ഇമോട്ട്സ് ആൻഡ് സ്കിൻസ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെ അപ്ഗ്രേഡുള്ള ARൻ്റെ സ്കിന്നും ഒരു UASൻ്റെ സ്കിന്നും നമുക്ക് നല്ലത് കിട്ടുന്നുണ്ട്. സോ ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് റോയൽ പാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്ഗ്രേഡ് ചെയ്യുന്ന എല്ലാം സെയിം ആണ്. 1-100 700 UC, 1-50 360 UC. സോ നമുക്ക് റിവാർഡ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ലെജൻഡറി സ്കിന്നാണ്, ലെജൻഡറി ഡ്രസ്സാണ്, പെണ്ണിൻ്റെ ഡ്രസ്സാണ്. ആക്ച്വലി കുഴപ്പമില്ല, ബട്ട് അത്രയ്ക്കൊരു സുഖം എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, ആ ഡ്രസ്സ് കുഴപ്പമില്ല. ബട്ട് ആ ഹെഡ് ഗിയർ അതിനായിട്ടൊരു മാച്ച് തോന്നില്ല. ബട്ട് നമുക്ക് വേറെ ഡ്രസ്സുകളുണ്ട്, അതായിട്ട് നമുക്ക് മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഡ്രസ്സ് ആക്ച്വലി നല്ലതാണ്. അതിന് പറ്റിയ ഹെഡ് ഗിയർ നമുക്ക് വേറെ ഇടാം. സോ ഇനി നമ്മൾ നേരെ അടുത്ത റിവാർഡിലോട്ട് കിടക്കുകയാണ്. അടുത്ത് നമ്മൾ 10ാമത് ചെല്ലുമ്പോൾ 10ാമത്തെ നമുക്കൊരു DPയുടെ സ്കിന്നാണ് കിട്ടുന്നത്. DPയുടെ ഒരു പിങ്ക് കളറിലെ സ്കിന്നാണ്. ആക്ച്വലി ഇത് അപ്ഗ്രേഡബിൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് ഇടാം. ആക്ച്വലി ഇത് അപ്ഗ്രേഡബിൾ ഇടുമായിരുന്നെങ്കിൽ കുറേ പേര് ചിലപ്പോൾ പർച്ചേസ് ചെയ്താണ്. ബിക്കോസ് DPയുടെ സ്കിന്ന് കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ. സോ പർച്ചേസ് ചെയ്യാൻ ചാൻസ് കൂടുതലായിരുന്നു. അതിന് കൂടെ തന്നെ നമുക്കൊരു ഹോർബോർഡിൻ്റെ ഒരു സ്കിന്നും കിട്ടും. ഇത് ആക്ച്വലി 3 ലെവലുണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെവലുണ്ട്. അപ്പം 3 ലെവൽ വരെ ആക്കാൻ പറ്റും. നല്ല സ്കിന്നാണ്, പിങ്ക് കളറാണ്. എന്തായാലും കിട്ടുന്നതാണ്. പുതിയ അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ പുതിയ ഫീച്ചറിൻ്റെ കൂടെ പുതിയ സ്കിന്ന് നമുക്ക് കിട്ടുന്നു. 3 ലെവലാക്കാൻ പറ്റുന്നത്. സോ നല്ലതാണ്. DPയുടെ സ്കിന്നും കൊള്ളാം. സോ 15ആമത്തേക്കും നമുക്കൊരു ഇമോട്ട് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്ഗ്രേഡ് ചെയ്യാത്തവർക്കും കിട്ടും. സോ നല്ലൊരു ഇമോട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 15 ഇമോട്ടിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പ്ലെയിൻ്റെ ഒരു ഗോൾഡൻ കളറിലെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ പ്ലെയിൻ്റെ ഫിനിഷിങ് കൊള്ളാം. ഒരു സാധാരണ തരുന്ന ചില പ്ലെയിൻ സ്കിൻസിനെക്കാട്ടും അടിപൊളി ഫിനിഷാണ്. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അടിപൊളി സ്കിന്നാണ്. അതിൻ്റെ കൂടെ വേറെ ഡിസൈൻസും കാര്യങ്ങളുണ്ട്. സോ ഇനി നമ്മൾ 20ാമത്തേലോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ്.
ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 മൂന്നും കൊള്ളാം. ലെവൽ 1 നല്ല ക്യൂട്ടാണ് കാണാൻ ഹെൽമെറ്റ്. ലെവൽ 2ലും അടിപൊളിയാണ്. ലെവൽ 3 ആണ് ഏറ്റവും പൊളി, സെറ്റാണ്. സോ ഇനി നമ്മൾ അടുത്ത റിവാർഡിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോകുന്നത് ലെവൽ 25ലോട്ടാണ്. അതിൻ്റെ നമുക്കൊരു ഫ്രീ പാരഷൂട്ടർ സ്കിൻ കിട്ടും. അപ്ഗ്രേഡ് ചെയ്യാത്തവർക്ക് ഇത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഫ്രീ വൗച്ചർ കിട്ടും. അത് അപ്കമിങ് സ്പിൻസിലെയാണ്, അപ്പം അത് നമുക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന അൾട്ടിമേറ്റ് എക്സ്ക്യൂട്ടിൻ്റെ 2 വൗച്ചേഴ്സാണ്, അത് നമുക്ക് കിട്ടും. അത് സ്പിൻ വരുമ്പോൾ നമുക്ക് തുറക്കാം. സോ നമുക്ക് ഈ അടുത്ത ഇതിലോട്ട് പോകാം. സോ 30 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷോട്ട് ഗണ്ണിൻ്റെ ഒരു സ്കിന്നാണ്. 2 ഇരിക്കുന്ന സ്യൂഡ് ഓഫ് ഷോട്ട് ഗണ്ണിൻ്റെ ആണ്. സോ കുഴപ്പമില്ല, നല്ല സ്കിന്നാണ്, പക്ഷേ ഉപയോഗിക്കില്ല അത്രയും പേരും. സോ നമുക്ക് ഇനി ഇമോട്ട് നോക്കാം. ഇമോട്ട് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് നമ്മുടെ റോയൽ പാസ് 9-ലെ നിഞ്ചയുടെ അതേപോലത്തെ തന്നെ ഒരു സാധനമാണ്. കറക്റ്റ് ഒരു നിഞ്ച, സെയിം നിഞ്ച അതേ ഇമോട്ടാണ്, നിഞ്ചയുടെ ഒരു ടൈപ്പ് ഇമോട്ടാണ്. സോ നല്ലൊരു ഇമോട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു ആക്ച്വലി. സോ ഇമോട്ട് കൊള്ളാം. ഇനി നമുക്ക് അടുത്ത റിവാർഡിലോട്ട് കിടക്കാം. നമ്മൾ ഇനി പോകുന്നത് 40ാമത്തെ നമ്മൾ റിവാർഡിലോട്ട് പോവുകയാണ്. 40ാമത്തേൽ നമുക്കൊരു ഡ്രസ്സ് കിട്ടും. മെയിൽ ക്യാരക്ടർ ഡ്രസ്സാണ്. മെയിൽ ക്യാരക്ടർ ഡ്രസ്സ് ഇവർ കുറച്ച് അങ്ങനെ തരാറില്ല RPയിലൊന്നും. ബട്ട് ഈ പ്രാവശ്യം കൊണ്ടുവന്നതും കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റാണ്. മെയിൽ ക്യാരക്ടറാണ്, കുറേ പേർക്ക് ഇഷ്ടപ്പെടും. സോ ഇനി നമുക്ക് അടുത്ത റിവാർഡിലോട്ട് കിടക്കാം. 45ൽ ചുമ്മാ ഒരു തൊപ്പി ഫ്രീ ആയിട്ട് നമുക്ക് തരും. ഒരു മുടി തൊപ്പി, ഒരു മുടി, 2 കൂടി സെറ്റായിട്ടിരിക്കുന്നത് കാരണം. സോ അടുത്തിലോട്ട് കിടക്കാം. നമുക്ക് വൗച്ചർ കിട്ടും 45ൽ. സോ അടുത്ത റിവാർഡ് കിടക്കുമ്പോൾ 50ൽ നമുക്ക് സ്കാർലറ്റിൽ ഒരു നല്ലൊരു സ്കിന്ന് വരും. അതാണ് ഏറ്റവും വലിയ മെയിൻ പോയിൻറ്റ്. ഇവർ നല്ലൊരു സ്കിൻ ഇങ്ങനെയാണ് തരുന്നത്. സാധാരണ ഒരു SLR കാര്യങ്ങളാണ് തരുന്നത്. സോ സ്കാറിൽ വന്നത് മിക്കവരും ഉപയോഗിക്കും സ്കാറിൽ. സോ സ്കാറിൽ ഒരു അടിപൊളി ഫിനിഷുള്ള നല്ലൊരു സ്കിന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം BGM നന്നാക്കിയിട്ടുണ്ട് RP. സ്കിന്നിലെ കാര്യത്തിലും എല്ലാത്തിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് BGMയുടെ. സോ ഇനിയും ഇങ്ങനെ തന്നെ AR സ്കിന്ന് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഇനി അടുത്ത റിവാർഡ്സിലോട്ട് കിടക്കാം. സോ ഇനി 55ൽ നമുക്കൊരു ഇമോട്ട് കിട്ടും. ഒരു വാമപ്പ് ഇമോട്ട്, നമ്മൾ വർക്കൗട്ടിൻ്റെ മുന്നേ വാമപ്പ് ചെയ്യുന്ന പോലെ ഒരു വാമപ്പ് ഇമോട്ട്. സോ ഇമോട്ട് കോമൺ ആണ്, ഡീസൻ്റാണ്. അടുത്തത് സ്കിന്ന് Win94ൻ്റെ, അതും ഡീസൻ്റാണ്, പിങ്ക് കളറാണ്, കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് ഫിനിഷാണ്, കുഴപ്പമില്ല. ഇനി അടുത്ത് നമുക്ക് റിവാർഡിലോട്ട് കിടക്കുമ്പോഴത്തേക്കും 60ൽ നമുക്ക് കിട്ടുന്നൊരു ബാഗാണ്. ബാഗിൻ്റെ സ്കിന്നും അടിപൊളിയാണ്. ഹെൽമെറ്റ് പോലെ തന്നെ ഭയങ്കര രസമാണ് കാണാൻ. ക്യൂട്ടാണ്, ക്യൂട്ടെന്നേ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെയൊക്കെ. സോ നല്ല സ്കിന്നാണ്, നല്ല ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എല്ലാം പൊളിയാണ്. സോ ഇനി അടുത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഓർണമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു അവതാരം കിട്ടുകയാണ്. അത് നമുക്ക് അവതാർ പിന്നെ നമ്മൾ ഇടുമല്ലോ അത്രയും. പിന്നെ അടുത്തതിലോട്ട് നമുക്ക് കിടക്കുമ്പോൾ 70 ആകുമ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് ഔട്ട്ഫിറ്റ് കിട്ടും. അപ്ഗ്രേഡ് ചെയ്യാത്തവർക്ക്, RP അപ്ഗ്രേഡ് ചെയ്യാത്തവർക്ക് കിട്ടും. അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു USൻ്റെ ഒരു അടിപൊളി സ്കിന്ന് കിട്ടും. ഐസ്ക്രീമൊക്കെ ഇരിക്കുന്നു, ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു USൻ്റെ ഒരു സ്കിന്ന്. അപ്പം അടിപൊളിയാണ്. പുറകിലൊരു പട്ടിയുടെ ഇതുണ്ട്, പട്ടി ബോണും കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫിഗറും ഉണ്ട്. അതിൻ്റെ കൂടെ ഐസ്ക്രീമുണ്ട്, ഭയങ്കര ഡെക്കറേഷൻസ് ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഉള്ളത് ഒരു സ്റ്റണ്ണിൻ്റെ ഒരു സ്കിന്നുണ്ട് 80ൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു പമ്പ് ഷോട്ട് കണ്ട ഒരു സ്കിന്നുണ്ട്, വൈറ്റും വയലറ്റും കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി, കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് സ്കിന്നാണ്. അതിൻ്റെ കൂടെ സ്റ്റണ്ണും അതിൻ്റെ കൂടെ തന്നെ റിമോട്ടും നമുക്ക് കിട്ടും. പമ്പ് ഷോട്ട് ഗൺ ഫ്രീ ആണ്. അതിൻ്റെ കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റണ്ണിൻ്റെ ഒരു സ്കിന്നും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമോട്ടും കിട്ടും. ഈ ഇമോട്ട് കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് ഇമോട്ടാണ്, കുഴപ്പമില്ലാത്തൊരു ഇമോട്ടാണ്. ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ കുഴപ്പമില്ല, നല്ലൊരു ഇമോട്ടാണ്, സ്റ്റാൻഡേർഡ് ഇമോട്ടാണ്. ഓക്കെ, അപ്പം ഇമോട്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മിക്ക ഇമോട്ട്സ് അടിപൊളിയാണ്. മിത്തിക് ഇമോട്ട്സ് എല്ലാം അടിപൊളി ഇമോട്ടാണ്. ഫ്രീ ഇമോട്ടും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത്, നമ്മളപ്പം ഇനി 90ലോട്ട് കിടക്കുകയാണ്. 90ലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്രോസയുടെ സ്കിന്നാണ് അവർ തരുന്നത്. ഗ്രോസയുടെ ഒരു ഡീസൻറ്റ് ഫിനിഷാണ്, സ്റ്റാൻഡേർഡാണ്, ഡീസൻ്റാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വയലറ്റ് ഡിസൈനും അതിൻ്റെ മുകളിൽ ആ സ്കോപ്പിൻ്റെ അവിടെ താഴത്തായിട്ട് ചെറിയൊരിതും ഗോൾഡൻ കളറിലൊരിതും, ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ഡിസൈനിങ് മാത്രമേ ഉള്ളൂ വയലറ്റ്. സോ 100ലോട്ട് നമ്മൾ കിടക്കുകയാണ്. 100ൽ ഒരു ഗേൾ ഔട്ട്ഫിറ്റ് ഡ്രസ്സാണ്. ആക്ച്വലി കുഴപ്പമില്ല, വലിയൊരിതില്ല, സുഖമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തതാണ്. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം, കളർ മാറ്റാം, എപ്പോഴത്തെ പോലെ തന്നെ ഏത് ഇതിന് നമുക്ക് കളർ മാറ്റാം. സോ ഇനി നമുക്ക് നേരെ ക്രേറ്റ്സിലോട്ട് കിടക്കാം, RP ക്രേറ്റ്സ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് സീസൺ 1 17, 14 സ്കിൻസൊക്കെയാണ്. ഡ്രസ്സും കാര്യങ്ങളും സ്കിൻസും വരുന്നുണ്ട്. M16A4 DP ഹെൽമെറ്റ് എല്ലാം പണ്ടത്തെ എല്ലാ സ്കിൻസും വരുന്നുണ്ട്.
സോ എല്ലാ അടിപൊളി സ്കിൻസാണ്. പണ്ടത്തെയാണ്, കുറേ പേർക്കൊന്നും ഇല്ല, പണ്ടത്തെ RP എടുക്കാത്ത കുറേ പേരുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ RPയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാ സ്കിൻസും സെറ്റ്സൊക്കെ അടിപൊളിയാണ്. സോ ഇല്ലാത്തവർ കുറേയൊക്കെ കറക്കും, ചിലവർ യൂസ് വെച്ച് കറക്കും, ചിലവർ RP പോയിൻറ്റ്സ് വെച്ച് കറക്കും. മിക്കവരും RP പോയിൻറ്റ്സ് കറക്കും, ഇതിനു വേണ്ടി കറക്കുന്നവർ കുറവാണ്. സോ അത്രേ ഉള്ളൂ RP റിവാർഡ്സ്, നമുക്ക് ഇത്രേ ഉള്ളൂ. പണ്ടത്തെ സ്കിൻസും ക്രേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് RP ക്രേറ്റ്സ് വരുന്നത്. സോ ഗൈസ്, നമ്മുടെ RPയുടെ കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്ക് നേരെ പ്രൈസ് പാത്തും റിവാർഡ്സിലോട്ട് നമുക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗൈസ്. ഫൈനലി BGMIയുടെ ന്യൂ ട്രാൻസ്ഫോമേഴ്സ് കൊളാബറേഷൻ്റെ പ്രൈസ് പാത്ത് റിവാർഡ്സ് അതിൻ്റെ റിലീസ്ഡ് ആയിരിക്കുകയാണ്. സോ അതിൻ്റെ റിവാർഡ്സും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. അതിൻ്റെ നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട് പുതിയ കൊളാബറേഷനിൽ. പ്രൈസ് പാത്ത് ഉണ്ട്, സ്പീഡ് ഡ്രിഫ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡബിൾ ലക്കി ട്രഷർ ഉണ്ട്. സോ പ്രൈസ് പാത്ത് എടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 600 യൂസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമസ് പ്രൈം കോസ്റ്റ്യൂമും ബംബിൾ ബി കോസ്റ്റ്യൂമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കാണാൻ ഭയങ്കര കൂളാണ് കാണാൻ ഗൈസ്. ബംബിൾ ബി നോക്കുകയാണെങ്കിൽ ബംബിൾ ബിയും അതേപോലെ തന്നെ ഒപ്റ്റിമസ് പ്രൈമും രണ്ടും കൂളാണ് കാണാൻ. ഒപ്റ്റിമസ് പ്രൈമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫോമർ. സോ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സ്പീഡ് ഡ്രിഫ്റ്റിൽ തന്നെ നമുക്ക് കുറേ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. സോ നമുക്കെല്ലാം കിടക്കാം. സോ പ്രൈസ് പാത്തിലൂടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് പാത്ത് പർച്ചേസ് ചെയ്യാൻ കൊടുക്കേണ്ടത് 600 യൂസ് ചെയ്യണം. സാധാരണ പോലെ തന്നെ 600 യൂസ് ചെയ്യണം ഒരു പ്രൈസ് പാത്ത് അൺലോക്ക് ചെയ്യണമെങ്കിൽ. സോ നമ്മുടെ റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒപ്റ്റിമസ് പ്രൈമിൻ്റെ നമുക്ക് ഔട്ട്ഫിറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ 2 ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടും. ഒപ്റ്റിമസ് പ്രൈമും കോസ്റ്റ്യൂമും ബംബിൾ ബിയും കിട്ടും. ഒപ്റ്റിമസ് പ്രൈം നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂളാണ് കാണാൻ, നല്ല രസമാണ് കാണാൻ, ബെറ്റർ ലുക്കാണ്, നല്ല രസമാണ് കാണാൻ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ് ഒപ്റ്റിമസ് പ്രൈം. സോ മിക്കവരും ഉറപ്പായിട്ട് ഈ പ്രൈസ് പാത്ത് എടുക്കുന്ന ഉറപ്പാണ്. സോ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബംബിൾ ബി കോസ്റ്റ്യൂമാണ്. ഇതും ആക്ച്വലി കാണാൻ ഭയങ്കര കൂളാണ് കാണാൻ. ഒപ്റ്റിമസ് പ്രൈം പോലെ തന്നെ നല്ല കൂളാണ് ബംബിൾ ബി കാണാൻ. രണ്ടും ഇഷ്ടമുള്ളവരുണ്ട്, മിക്കവരും ഒപ്റ്റിമസ് പ്രൈമേ എടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ബംബിൾ ബീനെ കാട്ടും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ നല്ല കീട് ലുക്കാണ് കാണാൻ. രണ്ടുപേരും ഒരുമിച്ച് ഭയങ്കര കൂളാണ് കാണാൻ. നമുക്ക് ഒപ്റ്റിമസ് പ്രൈമിൻ്റെ വോയിസ് പാക്ക് ഒന്ന് കിട്ടുമോ? ഇനി നമുക്ക് ബംബിൾ ബീയുടെ കിട്ടുമോ? സോ നമുക്ക് റിവാർഡ്സിൽ 4 ഓർണമെൻറ്റും കിട്ടും, 4 ട്രാൻസ്ഫോമറിന്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാരഷൂട്ടിൻ്റെ ഒരു സ്കിന്നും, പിന്നെ അതേപോലെ തന്നെ ഒപ്റ്റിമസിൻ്റെ ഒരു ഇമോട്ടാണിത്. നല്ല രസമാണ് കാണാൻ. ഈ പ്രാവശ്യത്തെ പ്രൈസ് പാത്തിൽ അപ്ഗ്രേഡ് സ്കിൻസ് ഒന്നുമില്ല. ആകെ ഉള്ളത് ഒപ്റ്റിമസ് പ്രൈമിൻ്റെയും ബംബിൾ ബീയുടെയും കോസ്റ്റ്യൂംസ് മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോൾ ഓർണമെൻറ്റ് റിവാർഡ്സും നിങ്ങൾക്ക് കൂടെ കിട്ടും. ബംബിൾ ബീയുടെയും കിട്ടും, ഒപ്റ്റിമസിൻ്റെയും കിട്ടും. അല്ലാതെ വേറെ ഗൺ സ്കിൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഒപ്റ്റിമസ് പ്രൈമും ബംബിൾ ബി അല്ലാതെ തന്നെ നമുക്ക് വേറെ 2 ട്രാൻസ്ഫോം കൂടിയുണ്ട്. മെഗാട്രോണിൻ്റെ സ്കിന്നും ഉണ്ട്, അതും കൂളാണ് കാണാൻ, രസമാണ് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ വിൻ ബ്ലേഡ് കോസ്റ്റ്യൂമും ഉണ്ട്. ഈ 2 കോസ്റ്റ്യൂമും നമുക്ക് കിട്ടുന്നത് ഡബിൾ ലക്കി ട്രഷറിൽ നിന്നാണ്. അത് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. 2 ഡ്രസ്സും അടിപൊളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കത്തിയുടെ ഒരു സ്കിന്നും നമുക്ക് കിട്ടും, സ്റ്റോം ഫോൾസ് വോർഡ്. ഇത് നമുക്ക് ലക്കി സ്പിന്നിൽ നിന്ന് കിട്ടുന്നതാണ്, ഡബിൾ ലക്കി ട്രഷർ. വരാൻ പോകുന്ന പ്രൈസ് പാത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഗാട്രോണിൻ്റെ തന്നെ ഒരു ഗ്ലൈഡർ കിട്ടുന്നതായിരിക്കും. ഗ്ലൈഡർ അടിപൊളിയാണ് കാണാൻ. Let's go. I am Megatron. I'm going in. I live to serve you. Let's go. സോ അതായത് നമ്മുടെ 4 വോയിസ് പാക്സ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ. സോ ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് പ്രൈമിൻ്റെ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്നാണ്. ആക്ച്വലി കാണാൻ ഭയങ്കര രസമാണ്. ഒപ്റ്റിമസ് പ്രൈമിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വലിയ കാര്യമാണ്. സോ സ്കിൻ അടിപൊളിയാണ്. ഇതിൻ്റെ നമുക്ക് വേണ്ടത് ഒരു കാർഡാണ് വേണ്ടത്. ഇത് കാർഡ് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു കാർഡ് മതി. സോ മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒപ്റ്റിമസിൻ്റെ അടിപൊളിയാണ് കാണാൻ, സെറ്റാണ്. എലിമിനേഷൻ എഫക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് ആനിമേഷനും എല്ലാം അടിപൊളിയാണ് കാണാൻ. സെക്കൻഡ് നമ്മൾ മോൺസ്റ്റർ ട്രക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വേറൊരു ട്രാൻസ്ഫോമറിൻ്റെയാണ്, നെമസിസിൻ്റെയാണ്. ആക്ച്വലി ഇതും കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലുക്ക് തോന്നുന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നൈട്രോ എല്ലാം രസമാണ് കാണാൻ. ഇതിനും ഒരു കാർഡ് മതി പർച്ചേസ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കുന്ന 3ാമത്തെ മോൺസ്റ്റർ ട്രക്കാണ്. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം. ഇതിന് 3 കാർഡ് വേണം നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് മോൺസ്റ്റർ ട്രക്ക്. ഇതിൻ്റെ എലിമിനേഷനും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ്, ആ ഒരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ ഈ 3 കാർഡ് വേണ്ടത് പർച്ചേസ് ചെയ്യാൻ. സോ ഇനി നമുക്കുള്ളത് ഗാൽവട്രോൺ കൺവേർട്ടിബിൾ മിറാഡോയുടെ സ്കിന്നാണ്. ഇത് ആക്ച്വലി കാണാൻ നല്ല രസമാണ്, ഇത് കൂളാണ് കാണാൻ. വയലറ്റ് ഫിനിഷാണ്, നല്ല രസമാണ് കാണാൻ. ലൈറ്റിങ് ഡിസൈൻസൊക്കെ അടിപൊളിയാണ്. എലിമിനേഷൻ എഫക്റ്റ് ആയാലും ബൂസ്റ്റ് എഫക്റ്റ് ഒക്കെ നല്ല രസമാണ് കാണാൻ.
സോ ഇതിന് വേണ്ട നമുക്ക് 2 കാർഡാണ് അൺലോക്ക് ചെയ്യണമെങ്കിൽ. അപ്പം ഇതും കൊള്ളാം. പിന്നെ നമുക്ക് വേറൊരു ഇതും കൂടിയുണ്ട്, വേറൊരു മെഗാട്രോൺ കൺവേർട്ടിബിൾ കൂടെയുണ്ട്. ഇതും ഈ ഫിനിഷും ആക്ച്വലി നൈസാണ് കാണാൻ. ഒരു ക്ലാസിക് ഫിനിഷുണ്ട്, സിൽവർ ടൈപ്പ് ക്ലാസിക് ഫിനിഷാണ്. നമ്മുടെ മെഗാട്രോൺ ഫിനിഷാണ് ഇതിന്. നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ. പിന്നെ നമുക്കുള്ള ഡാസിയാണ്. ഡാസിയുടെ സ്കിന്നാണ് യെല്ലോ കളറിലെ ബി ഡാസിയ എന്ന് വെച്ചാൽ നമ്മുടെ ബംബിൾ ബീയുടെ അതേ സാധനം, ബി ഡാസിയ. ഇതിന് വേണ്ടത് വെറും ഒറ്റ കാർഡ് മതി. ഒരു കാർഡിൽ നമുക്കിത് അൺലോക്ക് ആവും. ബാക്കി 2 കൺവേർട്ടിബിൾ ഗാൽവട്രോണിനും മറ്റേ മെഗാട്രോൺ മിറാഡോയ്ക്കും 2 കാർഡ് വെച്ച് വേണം. പക്ഷേ അടുത്ത ബീസ്റ്റിംഗ് ഡാസിയയും ബി ഡാസിയയ്ക്കും ഓരോ കാർഡ് മതി. അപ്പോൾ 3 മോൺസ്റ്റർ ട്രക്കിന് 2 എണ്ണത്തിന് 3 കാർഡ് വെച്ച്, അല്ല 2 കാർഡ് വെച്ചും, ഏറ്റവും അഡ്വാൻസ്ഡ് ഫോമിന് 3 കാർഡും, 2 കൺവേർട്ടബിൾ മിറാഡോയ്ക്ക് 2 കാർഡ് വെച്ചും, 2 ഡാസിക്ക് ഓരോ കാർഡ് വെച്ചും. പിന്നെ നമുക്ക് കിട്ടുന്ന കാർ98ൻ്റെ ഒരു സ്കിന്നാണ്. കാർ98ൻ്റെ സ്കിന്ന് ഒരു ഡീസൻറ്റ് ഫിനിഷാണ്, വലിയ പ്രത്യേകത ഒന്നുമില്ല, ഒരു ഡീസൻറ്റ് ഫിനിഷാണ്. പിന്നെ നമുക്കുള്ളത് ഏസ് 32ൻ്റെ ഒരു സ്കിന്നുണ്ട്. ഇത് രണ്ടും അപ്ഗ്രേഡബിൾ അല്ല, സാധാ സ്കിന്നാണ്. ലക്കി സ്പിന്നിൽ സ്പീഡ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഡബിൾ ലക്കി ട്രഷറിൽ സാധാ സ്കിന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ ഗൈസ്, നമ്മുടെ 3.9 പ്രൈസ് പാത്തും നമ്മുടെ RP റോയൽ പാസും റിവാർഡ്സും കാര്യങ്ങളും ഡബിൾ ലക്കി ട്രഷറും സ്പീഡ് ഡ്രിഫ്റ്റും റിവാർഡ്സും കാര്യങ്ങളും അത്രേ ഉള്ളൂ. സോ ഈവൻ്റ് വരുന്ന റിലീസ് ഡേറ്റ് നാളെയാണ്. നാളെ 16 ജൂലൈ രാവിലെ 6:30 തൊട്ട് രാത്രി 9 മണിക്കുള്ളിൽ എല്ലാ ഡിവൈസസിലും BGMIയുടെ ന്യൂ 3.9 അപ്ഡേറ്റ് വരും. iOSലും ആൻഡ്രോയിഡിലും വരും. ഫസ്റ്റ് ആൻഡ്രോയിഡ് വരും, പിന്നെ iOS വരും. അതങ്ങനെയാണ്, ഡിലേ വരും iOSന്. ആൻഡ്രോയിഡ് ഉള്ളവരും ഫസ്റ്റ് കയറി അടിച്ചു വിളിക്കുന്നു. സോ ഗൈസ്, അത്രേ ഉള്ളൂ. പ്രൈസ് പാത്ത് 18-ാം തീയതി വരും. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. സ്കൾ സൈനിങ് ഓഫ്. ബൈ.